40 ദിവസത്തെ ഉപവാസം അവസാനം യേശുവിനെ കൊണ്ടെത്തിച്ചത് പിശാചിന് മുമ്പിലാണ്. ദൈവപുത്രന് മുമ്പിൽ നിൽക്കാൻ തക്കവിധത്തിൽ പിശാചിന് എങ്ങനെ ധൈര്യമുണ്ടായി അറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, ഏറെ പ്രാർത്ഥനയിലൂടെ കടന്നുപോയ ഒരു ക്രിസ്തു തീർച്ചയായിട്ടും പിശാചിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്, അവൻ്റെ പ്രലോഭനത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എത്ര ട്രിക്കിയായിട്ടാണ് ഒരു പിശാച് യേശുവിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളുടെയും ചോദ്യങ്ങൾക്കിടയിൽ നമ്മളൊക്കെ അഭിമുഖീകരിക്കാനിരിക്കുന്നത് കൃത്യമായി ഒരാളുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട പ്രലോഭനമാണ്. പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യരുടെ പ്രലോഭനവും വ്യത്യസ്തമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും സങ്കടങ്ങളും നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കണം? വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം യേശു തന്നെ അവൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞു വെച്ചു. കൃത്യമാണ് യേശുവിൻ്റെ ഉത്തരങ്ങൾ. 1, കല്ലിനെ അപ്പമാക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 2, ഇവയെല്ലാം നിനക്ക് ഞാൻ തരാം, നീ ആരാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. 3, ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഗത്തിൽ നിന്ന് ചാടാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ? എവിടെയാ ഈ എഴുതപ്പെട്ടതും പറയപ്പെട്ടതും? അത് കർത്താവിൻ്റെ വചനമാണ്. ഏതൊക്കെ പ്രലോഭനങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴും ക്രിസ്തു ഒറ്റ വാക്കിൽ അതിനെ അഭിമുഖീകരിച്ചത് വചനം കൊണ്ടാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളും സങ്കടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ തുണയായി നിൽക്കേണ്ട വചനമാണ്, കർത്താവിൻ്റെ വാക്കുകളാണ്.